മമ്മൂക്കയെ നായകനാക്കി ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്ത് ഏപ്രിൽ 10-ാം തീയതി തിയേറ്ററിലെത്തുന്ന മൂവിയാണല്ലോ ബസൂക്ക. ആ ഒരു ഡേറ്റിൽ ഈ ഒരു സിനിമയെ കാത്തു നിൽക്കുന്നത് വലിയ ക്ലാസ് റിലീസുകളാണ് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ തന്നെ നിങ്ങളെ അറിയിച്ചതാണ്. ഇപ്പോൾ ഇതാ കൂടുതൽ ചിത്രത്തിൻ്റെ ക്ലാസ് റിലീസിൻ്റെ ചിത്രം ഏകദേശം വ്യക്തമായിരിക്കുന്നു. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കാം. ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന ചിത്രം, നസ്ലിൻ നായകനായിട്ടെത്തുന്ന മൂവി, ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ചിത്രം, പിന്നെ ടൊവിനോ തോമസ് നിർമ്മിച്ച് ബേസിൽ ജോസഫ് നായകനായിട്ടെത്തുന്ന ഇന്നലെ ചിത്രത്തിൻ്റെ ഫസ്റ്റ് പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. മരണമാസ് എന്ന് പറയുന്ന ചിത്രം. കൂടാതെ തമിഴിൽ നിന്നും ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന ചിത്രം ഏപ്രിൽ 10-നാണ് തിയേറ്ററിൽ എത്തുന്നത്. പിന്നെ മമ്മൂക്കയുടെ ബസൂക്ക എന്ന് പറയുന്ന ചിത്രവും ഇതിനോട് കൂടെ ചേരുമ്പോൾ 4 സിനിമകളാണ് വലിയ ക്ലാസ് റിലീസായിട്ട് തിയേറ്ററിൽ എത്തുന്നത്. എന്നാൽ ഈ ഒരു ക്ലാസ് റിലീസുകളുടെ കൂടെ തമിഴിൽ നിന്നും ഇഡലിക്കട എന്ന് പറയുന്ന ധനുഷ് സംവിധാനം ചെയ്ത് ധനുഷ് നായകനായിട്ട് എത്തുന്ന ചിത്രം ക്ലാസ് റിലീസായിട്ട് തിയേറ്ററിൽ എത്തുമെന്നുള്ള അപ്ഡേറ്റുകൾ നേരത്തെ വന്നതാണ്. എന്നാൽ ഇപ്പോൾ ഈ ഒരു ചിത്രം ആ ഒരു ഡേറ്റിൽ നിന്നും മാറി എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പിന്നീട് ആസിഫ് അലി നായകനായിട്ട് വിഷു റിലീസായിട്ട് നേരത്തെ റിലീസിങ് പ്ലാൻ ചെയ്ത മൂവിയായിരുന്നു സർക്കിട്ട് എന്ന് പറയുന്ന ചിത്രം. ആ ഒരു ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് ഒഫീഷ്യലി ആയിട്ട് തന്നെ വന്നതാണ്. എന്നാൽ പ്രധാന ട്രാക്കേഴ്സ് എല്ലാം വിഷു ക്ലാസ് റിലീസിൻ്റെ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ സർക്കിട്ട് എന്ന് പറയുന്ന ആ ഒരു ചിത്രം ക്ലാസ് റിലീസിൽ കാണാൻ സാധിച്ചില്ല. മലയാളത്തിൽ നിന്ന് 3 സിനിമകളാണ് പ്രധാനമായിട്ടും ക്ലാസ് റിലീസായിട്ട് ഏറ്റുമുട്ടുന്നത്. മരണമാസ്, ബസൂക്ക, ആലപ്പുഴ ജിങ്കാന. ഇത്രത്തോളം ക്ലാസ് റിലീസായിട്ട് വിഷു ചിത്രങ്ങൾ വരുന്നുണ്ടെങ്കിലും മമ്മൂക്കയുടെ ബസൂക്ക എന്ന ചിത്രത്തെ കാത്തു നിൽക്കുന്നത് വലിയ മികച്ച റിലീസിംഗ് തന്നെയാണ്. ഏകദേശം കേരളത്തിൽ മാത്രം 350ഓളം സ്ക്രീനിലാണ് ഈ ഒരു ചിത്രം ആദ്യ ദിവസം റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2.5 വർഷങ്ങൾക്ക് മുന്നേ സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ ഷൂട്ട് കാര്യങ്ങളെല്ലാം ആരംഭിച്ച ചിത്രത്തിൻ്റെ ഹൈപ്പ് ഇതുവരെയും താഴേക്ക് വീണു പോയിട്ടില്ല. വിഷു ക്ലാസ് റിലീസായിട്ട് സിനിമയുടെ റിലീസ് ഡേറ്റ് ഉറപ്പിച്ചതോടുകൂടെ ഹൈപ്പ് കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ കൂടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മമ്മൂക്കയെ നായകനാക്കി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് മമ്മൂക്ക വില്ലനായിട്ട് എത്തുന്ന മൂവിയാണല്ലോ ഇനിയും പേരിടാത്ത ആ ഒരു ചിത്രം. മമ്മൂട്ടി കമ്പനിയാണ് ആ ഒരു സിനിമ നിർമ്മിക്കുന്നത്. തടവറയിൽ കഴിയുന്ന മമ്മൂക്ക വില്ലനും അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ഫസ്റ്റ് പോസ്റ്ററും ഉടൻ തന്നെ പുറത്തു ചാടും. പ്രേക്ഷകരിലേക്ക് പെട്ടെന്ന് തന്നെ ചിത്രത്തിന്റെ പേരും അതോടൊപ്പം തന്നെ സിനിമയുടെ റിലീസിംഗ് ഡേറ്റും എത്തിക്കാനാണ് ഇപ്പോൾ അണിയറക്കാരുടെ നീക്കം. കാത്തിരിക്കാൻ സിനിമയുടെ കൂടുതൽ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ.